തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഒരിക്കലും നിങ്ങൾക്ക് അബുവിനെ പോലെ കുഞ്ഞനന്തനെ കാണാൻ പറ്റില്ല. കുഞ്ഞനന്തനല്ല നാരായണൻ. മൂന്ന് തലത്തിൽ നിൽക്കുന്ന സിനിമയാണ്. ഇതിൽ ഏറ്റവും എന്താ പറയുക, ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് പല അർത്ഥം കൊണ്ടും പറയുന്നത് പത്തേമാരിയാണ്. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഈ അബുവിൻ്റെ കഥ എന്ന് പറയുന്നത് അബുവിൻ്റെ ജീവിതത്തിൽ 1-2 മാസം കൊണ്ട് നടക്കുന്ന കഥയാണ്. കുഞ്ഞനന്തൻ്റെ ജീവിതം ഒരു 2-3 മാസം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാരായണൻ അങ്ങനെയല്ല. നാരായണൻ്റെ 50 വർഷമാണ് പറഞ്ഞു പോകുന്നത്. ഈ 50 വർഷത്തിൽ നാരായണൻ്റെ ജീവിതം വെച്ച് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റവും കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കുക, അതാണ് ഇതിൽ ആദ്യം എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ റിസ്ക്. അതായിരുന്നു, അതിനു വേണ്ടിയായിരുന്നു സമയമെടുത്തത്. കാരണം ഇത് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. എനിക്കത് 2 മണിക്കൂർ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചൂസ് ചെയ്യണം, ഏത് വഴികളിലൂടെ പോകണം എന്നുള്ളത്, അതിൽ വളരെ ആവശ്യമുള്ള ഏരിയയിലൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അതിൽ ആരെയൊക്കെ തൊടണം അല്ലെങ്കിൽ ഏത് കഥാപാത്രം വരണം. അങ്ങനെയാണ് ലാഞ്ചി വേലായുധൻ വന്നത്. ഇതിലൊരു സീൻ വരുന്നുണ്ട് ബോംബെയിലെ ടെങ്കർ മൊഹല്ല എന്ന് പറയുന്ന സ്ഥലം. ഈ ടെങ്കർ മൊഹല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലം 80കളിൽ നിങ്ങൾ ദുബായ് പറയുകയാണെങ്കിൽ, ഒരു ദുബായ്ക്കാരൻ്റെ കഥ പറയുകയാണെങ്കിൽ അവിടെ ഒന്നും സ്പർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അന്ന് നേരിട്ട് കേരളത്തിലേക്ക് വിമാന സർവീസ് ഉണ്ടായിരുന്നില്ല. ഇവർ വന്നിട്ട് ബോംബെയിൽ താമസിച്ചിട്ട് അടുത്ത ദിവസം ബസ്സിനോ ട്രെയിനിനോ പിന്നെ കേരളത്തിൽ വരിക. തിരിച്ചു പോകുമ്പോഴും ഇവർ നേരെ ഈ ടെങ്കർ മൊഹല്ലയിൽ പോയി താമസിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഈ ടെങ്കർ മൊഹല്ല എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു, അവിടെ ഏത് ഗൾഫ് സാധനങ്ങൾ വേണമെങ്കിലും കിട്ടും. ഇവൻ അവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ വെക്കും. ചിലർ ഈ പണം ഡോളർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ ടെങ്കർ മൊഹല്ല ചോദിച്ചു. ഇന്ന് ടെങ്കർ മൊഹല്ല ഇല്ല. അപ്പോൾ 80കളിലെ ഗൾഫ് പറയണമെങ്കിൽ ടെങ്കർ മൊഹല്ല ടച്ച് ചെയ്ത് പോകണം. അന്ന് തന്നെ ദുബായിൽ മലയാളികൾ കൂടിയിരുന്നൊരു സ്ഥലമാണ് ഖാദർ ഹോട്ടൽ. ഈ ഖാദർ ഹോട്ടലിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നും ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു പഴയ ടാക്സിക്കാരനോട് പറഞ്ഞിട്ട് ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്കേല ഈ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്ന് വിടും. ഇന്ന് ഖാദർ ഹോട്ടലും ഇല്ല, അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. കാരണം അത്രയും മലയാളികൾ കൂടുന്നൊരു സ്ഥലമായിരുന്നു സബ്കേല ഈ ഖാദർ ഹോട്ടൽ. പല കല്യാണങ്ങൾ, നാട്ടിലെ കല്യാണങ്ങൾ അവിടെയായിരുന്നു നിശ്ചയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മലയാളിയും ജോലി തേടി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എത്തുക ഈ ഖാദർ ഹോട്ടലിലാണ്. അന്ന് മലയാളികൾക്കെല്ലാം ഒരു ഒറ്റ പോസ്റ്റ് ബോക്സ് നമ്പറാണ്. അതും സിനിമയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. 159. ഈ 159 എന്ന് പറയുന്നത്, അതായത് ആരുടെ പേരിൽ നിങ്ങൾ എഴുതിയ പോസ്റ്റ് ബോക്സ് നമ്പർ 159 ദുബായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ബോക്സ് നമ്പർ ഖാദർ ഹോട്ടലിലെ പോസ്റ്റ് ബോക്സ് നമ്പറാണ്. അപ്പോൾ ആ ഖാദർ ഹോട്ടലിലൂടെ ഞാൻ കടന്നു പോകണം. ദുബായിയുടെ 80കളിൽ ദുബായിയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഖാദർ ഹോട്ടലിൽ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഖാദർ ഹോട്ടലിൽ ഈ സിനിമയിൽ ഒരു സീൻ വരുന്നത്. പിന്നെ അന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഭീകരമായൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ എയർപോർട്ടിലെ കസ്റ്റംസാണ്. അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ഭീകരമായൊരു കാര്യമായിരുന്നു. ഈ ബോംബെ കസ്റ്റംസ് എന്ന് പറയുന്നത് ഇവരുടെ പേടി സ്വപ്നം. ഇവരവിടുന്ന് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. പെട്ടി കെട്ടുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. ഈ പെട്ടി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയിലുള്ള ആളുകളെല്ലാം കൂടി യാത്രയാവുന്നവൻ്റെ പെട്ടി ഒരുക്കുകയാണ്. അതിൽ ഈ പെട്ടിയുടെ അകത്ത് തുണികളൊക്കെ നിറച്ചിട്ട് 5-6 പേര് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെയാണ് പിന്നെ പ്ലാസ്റ്റിക് ഇതിനെ കൊണ്ട് ഇത് കെട്ടിയിടുന്നത്. ഈ പെട്ടി ബോംബെയിൽ നിന്ന് വെച്ച് കസ്റ്റംസുകാരൻ പൊളിക്കും. അപ്പം ഇതിൽ നിറച്ചിരുന്ന സാധനങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും തിരിച്ചു നിറക്കാൻ പറ്റില്ല. അപ്പം അവരെന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാവാടകൾ പുള്ളി മാറ്റി വെക്കുമെന്ന് പറഞ്ഞു അത് തിരിച്ചു കെട്ടും. എന്നിട്ട് ഈ സാധനങ്ങൾ ഇത് നിറച്ചിട്ട് കെട്ടിയിട്ട് കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഈ വഴികളിലൂടെയല്ല, അല്ലെങ്കിൽ അയാൾ എങ്ങനെ കടന്നു പോയി, അപ്പോൾ അതൊക്കെ ഓരോ സീനായിട്ട് ഈ സിനിമയിൽ വരണം. അപ്പോൾ അങ്ങനെയാണ് സിനിമയിലെ ഓരോ സീനുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിനിമ കണ്ട പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ, ഒരു കാലത്തു നിന്ന് മറ്റു കാലത്തിലേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അത് ഈ സിനിമ അത് നമ്മൾ ഇന്നത്തെ ടെക്നോളജി കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാക്സിമം ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ CG ഗ്രാഫിക്സ് വർക്കുകൾ, അതെല്ലാം നമ്മുടെ ഈ ടെക്നോളജി എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത് അത്രത്തോളം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എന്ന് അടുത്ത യാത്ര തുടങ്ങുന്നോ അന്ന് ഈ സാധനം മനസ്സിന്ന് പോകും. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇതിൽ ഓരോരുത്തരുടെയും എന്താ പറയുക, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഗൾഫിൽ ജീവിക്കുന്ന ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 71 ആണ് ഇന്ത്യൻ എംബസി വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പോയ ഒരു കപ്പൽ ഇതുപോലെ പോയ ഒരു പത്തേമാരി ഷാർജയിൽ വെച്ച് പോലീസ് പിടിച്ചിട്ട് അതിലുണ്ടായിരുന്ന 91 പേരെയും അറസ്റ്റ് ചെയ്തു, ഡീപ്പോർട്ട് ചെയ്തു. ഒരു ദിവസം അവിടെ കടന്നിട്ട് ഇവർ അതേ കപ്പലിൽ തിരിച്ചു വിട്ടു. തിരിച്ച് അവർ കയറി ഈ കപ്പൽ നീങ്ങിയപ്പോൾ ഈ കപ്പൽ മുങ്ങിയിട്ട് അതിലുണ്ടായിരുന്ന ആ 91 പേരും അതിൽ മരിച്ചു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അന്ന് അവിടെ ചെന്നിട്ട് അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർക്കെല്ലാം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. കാരണം ഇവർക്കൊരു രേഖകളുമില്ല.
ഈ രേഖകളില്ലാത്ത കാരണമാണ് പലർക്കും ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെ വരുന്നത്. എല്ലാവർക്കും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. അതുവരെ മസ്കറ്റിലായിരുന്നു ഇന്ത്യൻ എംബസി യു എയിലേക്ക് കൊണ്ടുവരിക. അന്ന് നേരത്തെ ഇത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീസ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അന്നാണ് ഇന്ത്യൻ എംബസി യു എയിൽ വരുന്നത്. അപ്പം ഒരു റിസർച്ച് ഉണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. പലരും പറയുന്നത് നമ്മൾ ഈ ഇവർ ഈ ഗോഫുക്കാലിൽ ഇവർ വന്ന് ചാടി കരയിൽ കയറുന്ന സമയത്ത് വണ്ടികളുമായിട്ട് അറബി അവിടെ കാത്തിരുന്നതെന്ന് പറയുന്നുണ്ട് പലരും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് ആവശ്യം ആളുണ്ട്. അപ്പോൾ ഈ കടലിൽ നിന്ന് കയറി വരുന്നവനെ കൊണ്ടുപോകാൻ ആയിട്ട് വണ്ടികളുമായിട്ടാണ് അവിടെ ആളുകൾ റെഡിയായി നിന്നിരുന്നു. അപ്പം ഇത് എന്താ പറയുക, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഇന്നത്തെ എല്ലാ എന്താ പറയുക പുരോഗതിക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റമാണ്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത കുറച്ച് ആളുകളുണ്ട്. ഈ 65-ൽ സ്വന്തം ജീവൻ പണം വെച്ചിട്ട് ഈ പലായനത്തിന് റെഡിയായ ആളുകൾ. അപ്പോൾ അവരെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പ്രത്യേകമായി. മലയാളി അന്നും ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്, നാട്ടിലൊരു മരണം നടന്നാൽ പോലും 3 ദിവസം കഴിഞ്ഞിട്ട് അറിയുക. ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കും. കാരണം അറിയിക്കാൻ പറ്റില്ല ഒരു കത്തെഴുതിയാൽ. ഇവിടുന്ന് ഒരു മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ഇയാൾ ഏതെങ്കിലും നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുക. പലരും ഉപയോഗിച്ചിരുന്നത് ടേപ്പ് റെക്കോർഡറിൽ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അത് മാറി. ഇപ്പം നമ്മൾ സ്കൈപ്പിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. 2, കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല അന്ന്. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് മാറിയിരുന്നു. പിന്നെ ഇന്നും അവൻ്റെ കുടുംബം അല്ലാതെ ഒരു വലിയ കൂട്ടുകുടുംബത്തെ നോക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കാലം മാറിയപ്പോൾ അത് മാറിയിട്ടുണ്ട്.